നമ്മുടെ സീരീസിൻ്റെ 83rd ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഹു എമംഗ് ദ ഫോളോയിങ് കിങ് മെൻഷൻഡ് ഇൻ ദ രാജതരംഗിണി പേഴ്സണലി വെൻ ടു എ ലെതർ വർക്ക് ചർമ്മകാര വിത്ത് എ റിക്വസ്റ്റ് ടു ഗെറ്റ് a small piece of land of his cottage needed for the construction of temple of Tribhuvana Swami. The question means that the king from Kashmir mentioned in Rajatarangini, the book describing the lineage and other histories about Kashmiri rulers by Kalhana, the author of the book, and he mentioned about different kings, their activities, history, lineage, etc. in that book. From that book, there is a king who went to a leather worker to ask about some land to construct a temple of Tribhuvana Swami. Tribhuvana Swami is a god. And who is the king? That is the question. ചോദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രാജതരംഗിണി എന്ന് പറയുന്നത് കൽഹണൻ്റെ രാജതരംഗിണിയാണ്. ആ പുസ്തകത്തിലെ സോക്കോൾഡ് രാജാവ് എന്നുള്ള സ്റ്റാൻഡേർഡ് നോക്കാതെ ഒരു ടെമ്പിൾ അഥവാ ത്രിഭുവന സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള അമ്പലം പണിയേണ്ട സ്ഥലത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ലെതർ വർക്കർ, അവരുടെ നാട്ടിലെ ഒരു ലെതർ വർക്കറുടെ അടുത്ത് പോയിട്ട് സ്ഥലം അന്വേഷിക്കുന്ന രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് രാജാവാണ് എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ ബി ചന്ദ്രപീഡ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. ദ ആൻസർ ഈസ് ചന്ദ്രപീഡ. And also remember one thing from this question, the Charmakara means the leather worker from Kashmir, and the word meaning have to be kept in mind because we don't know which type of question will ask. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പ്രവൃത്തി ചെയ്ത രാജാവ് എന്ന് പറയുന്നത് ചന്ദ്രപീഡ എന്ന് പറയുന്ന രാജാവാണ്. ഇതിൽ വേറെ ഒരു പോയിന്റ് നോക്കേണ്ടത് ചർമ്മകാര എന്ന് പറയുന്ന ആ വേർഡാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്ന വേർഡാണ്. ആ വേർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചത് അത് ലെതർ വർക്കറാണ്. അതായത് ലെതർ വർക്കേഴ്സിന് അറിയപ്പെട്ടിരുന്ന പേരാണ് ചർമ്മകാര എന്നുള്ള ആ ടേം കൂടി അതിൻ്റെ കൂടെ പഠിച്ചു വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരവും ആ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു ചോദ്യം അതിൻ്റെ ഉത്തരവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയും പഠിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പോയംസ് ക്ലാസിഫൈഡ് ആസ് ഉപദേശക് രൂപക didactic metaphors in Marathi Bhakti poetry were known as. It's a question about Bhakti movement poetries, and the question focused on Marathi Bhakti movement poetry, and the term Upadeshaka Rupaka didactic metaphors is classified as option A, Barud is the answer. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്സ് നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. മറാത്തി ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പോയട്രിയിലെ ഉപദേശക രൂപക എന്ന് നമ്മൾ പറയപ്പെടുന്ന അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ടേം അല്ലെങ്കിൽ മലയാളത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ഡൈഡാക്റ്റിക് മെറ്റഫേഴ്സ് എന്ന് പറയുന്ന തരം പോയട്രീന ഏത് പേരിലാണ് അറിയപ്പെട്ടതെന്നാണ് ചോദ്യം. ഉത്തരം ഭറൂദ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് അവിടെ കാണാൻ പറ്റും. അതിൽ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് കൂടി ഉണ്ട്. മുക്തപീഠ ലളിതാദിത്യ ഓഫ് കാർക്കോഡ ഡൈനാസ്റ്റി, കാലജന ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് വേൾഡ് കോൺക്കറർ. ദാറ്റ് മീൻസ് കാലജന ഡിസ്ക്രൈബ്ഡ് ദ കിങ് മുക്തപീഠ ലളിതാദിത്യ ആസ് world conqueror, and the king was from Karkoda dynasty. That was an additional explanation from 83rd question, and the additional explanation from 84th questions are Abhanga devotional poetry is praise of Hindu god Vitala. Vitala means Krishna or Mahavishnu or Vishnu's incarnation in Kannada language. So the Hindu god Vitala or Vishnu is praised in the poetry called Abhanga. And Vajana is form of rhythmic writing in Kannada, Sharana movements, and these two additional points are from 84th question. So notice all these points and study well for your UGC NET examination.